ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ സ്റ്റോറി സാഗ. അങ്കവാലൻ കോഴി. ഗ്രാമത്തിലെ ഒരു വീട്ടിലെ പൂവൻകോഴിയായിരുന്നു അങ്കവാലൻ. അങ്കവാലന് കൂട്ടുകൂടാൻ ആ വീട്ടിൽ 3-4 പിടക്കോഴികളുമുണ്ട്. ആ വീടിന്റെ ഒരു ഭാഗത്തുള്ള മാളത്തിൽ മോറു എന്നു പേരുള്ള ചുണ്ടലിയൻ താമസിച്ചിരുന്നു. പൂച്ചയെ പേടിച്ച് അധിക സമയവും മാളത്തിൽ ഇരിക്കാറാണ് പതിവ്. ഒരു ദിവസം ആ വീട്ടിൽ പുതിയൊരു അതിഥി എത്തി. അടുത്ത വീട്ടിലെ പൂവൻകോഴിയായിരുന്നു അത്. അതോടെ പിടക്കോഴികളുമായുള്ള ചങ്ങാത്തം അങ്കവാലന് നഷ്ടമായി. അങ്കവാലൻ ഓടിക്കാൻ നോക്കിയിട്ടും പൂവൻ ഒഴിഞ്ഞുപോയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് മോറു അങ്ങോട്ട് വന്നത്. എന്താ അങ്കവാല, നീ വിഷമിച്ചിരിക്കുന്നത്? മോറു ചോദിച്ചു. ഈ വീട്ടിലെ എന്റെ സ്ഥാനമെല്ലാം പോയി, പിടകൾക്കൊന്നും എന്നെ വേണ്ട. അങ്കവാലൻ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു. നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ സഹായിക്കാം, മോറു പറഞ്ഞു. മോറു ഉടൻ തന്നെ ആ വീട്ടിലെ മറ്റൊരു അംഗമായ പാണ്ഡൻ നായയുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, പാണ്ഡ, അടുക്കള ഭാഗത്തു നിന്ന് നല്ല ഇറച്ചിയുടെ മണം വരുന്നുണ്ട്. യജമാനൻ നിന്നെ അന്വേഷിക്കുന്നതായി കണ്ടു. അത് കേൾക്കേണ്ട താമസം. പാണ്ഡൻ നായ അടുക്കള ഭാഗത്തേക്ക് ഓടിച്ചെന്നു. അപ്പോഴാണ് പാണ്ഡൻ പിടകളുടെ കൂടെ മേഞ്ഞു നടക്കുന്ന പുതിയ പൂവൻകോഴികളെ കണ്ടത്. ഉടൻ തന്നെ പാണ്ഡൻ ഉരച്ച് ബഹളമുണ്ടാക്കി പൂവൻകോഴിയെ ഓടിച്ചു വിട്ടു. ഇത് കണ്ടപ്പോൾ അങ്കവാലന് സന്തോഷമായി. അവൻ സന്തോഷത്തോടെ തന്റെ കൂട്ടുകാരികളുടെ കൂടെ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് മോറു എലി വീണ്ടും അങ്കവാലന്റെ അടുത്ത് ചെന്നത്. എന്നിട്ട് പറഞ്ഞു, അങ്കവാല, ഞാൻ നിനക്ക് ചെയ്തു തന്ന സഹായത്തിന് ഒരു ഉപകാരം തിരിച്ചു ചെയ്യണേ. എനിക്ക് നിന്റെ പുറത്ത് കയറി ഒന്ന് കറങ്ങാൻ ആഗ്രഹമുണ്ട്. അതിനെന്താ, നീ എന്റെ പുറത്തു കയറിക്കൊള്ളൂ, നമുക്കൊന്ന് കറങ്ങി വരാം. അങ്കവാലൻ പറഞ്ഞത് കേൾക്കേണ്ട താമസം മോറു എലി അങ്കവാലന്റെ പുറത്ത് കയറി ഗമയോടെ ഇരുന്നു. കയ്യിൽ കുറച്ചു ഊതിപ്പീർപ്പിച്ച ബലൂണും പിടിച്ചിരുന്നു. തന്റെ ശത്രുവായ പൂച്ചയുടെ മുൻപാകെ ഒന്ന് ഞെളിഞ്ഞിരിക്കാൻ കഴിഞ്ഞല്ലോ, അത് മതിയായിരുന്നു മോറുവിന്. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.